ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ചുങ്ക് ജ്വല്ലറി ലേഡീസ് അവറിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഡിസപ്പിയേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തെങ്ങും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പലപ്പോഴും ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാറ്. എങ്കിൽ പോലും ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസസ്, അബ്ഡക്ഷൻ, ഇത്തരത്തിലുള്ള കുറേ സാഹചര്യങ്ങളിൽ കാണാതാകപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആരോട് ചെന്ന് പറയാൻ ഒരു തുമ്പുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ കിടന്ന് വലയുന്ന അവരുടെ ബന്ധുക്കളുടെ അപ്രത്യക്ഷരാകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഡിപ്ലോമാറ്റ്സ്, അതായത് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ഇവരെവിടെ പോയി എന്ന് അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ കാലങ്ങളിലായിരുന്നു ഇത് കൂടുതലും. കാരണം ടെക്നോളജി കുറേയും കൂടെ വളർച്ച പ്രാപിച്ച ഇന്നത്തെ കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ് എന്ന് പറയാം. എന്നിരുന്നാൽ തന്നെയും കാണാതാകുന്നവരുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ള ഒരു പേടിപ്പെടുത്തുന്ന സത്യം കൂടി ഒപ്പമുണ്ട് എന്നുള്ളത്. അതെ, ഈ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് മറ്റൊരു അന്യദേശത്തിൽ നമുക്ക് അറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ജയിലിൽ അകപ്പെട്ടവരുടെ അവസ്ഥയും. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന് അവരുടേതായ റൂൾസ് ആയിരിക്കും. നമുക്ക് പലപ്പോഴും അതിന് ലംഘിക്കാനോ ഖണ്ഡിക്കാനോ പറ്റില്ല. നമുക്ക് ആ ഒരു രാജ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലോയറിനെ സമീപിക്കാനും ഒക്കെ ഇത്രയും ദൂരത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത് സാധിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമക്കുരുക്കിൽപ്പെട്ട് ഇംപ്രസൻഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ മോചിപ്പിക്കാനും എല്ലാം അതിൻ്റെ കൃത്യമായുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഫോഴ്സസിനെ ഏകോപിപ്പിച്ച് കൊണ്ടുവരാനും എല്ലാം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് ഈ ഒരു ദിവസം അഡ്രസ്സ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കാണാതെ പോകുന്നവർക്കായ, ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവർ മിസ്സിംഗ് ആകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് താങ്ങാനാകുന്ന കാര്യമല്ല. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ചില നിർഭാഗ്യകരമായ സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാറുമുണ്ട് പലർക്കും. അപ്പോൾ അത്തരം നിർഭാഗ്യകരമായ സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കാനും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള പലതരത്തിലുള്ള സംഘടനകൾ, ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള പലതരത്തിലുള്ള സംഘടനകൾ നിലവിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, അവരുടെയൊക്കെ മനുഷ്യ സേവനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തേത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ 1981 മുതൽ ആചരിച്ചു തുടങ്ങിയ ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. മാം, നമ്മൾ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗിയ കോഫ്ത. ഗിയ കോഫ്ത. ഗിയ പറഞ്ഞാൽ മലയാളത്തിൽ ചൊറക്ക കൊണ്ട് എൻ്റെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കോഫ്ത. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടലപ്പൊടി, പിന്നെ അജ്വൈൻ എന്ന് പറയും അത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, അത്രയേ ഉള്ളൂ. പിന്നെ ചുരണ്ടി എടുത്തത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക, ബോളുകളാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടായിട്ട് എണ്ണ ഒഴിക്കണം. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ ഒരു ഗിയ കോഫ്ത എന്നുള്ളൊരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടുള്ള ചിന്ത വരാൻ എന്താ കാര്യം? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കണം എന്ന് ഒരു ഇൻട്രസ്റ്റ്? എൻ്റെ മോള് സജസ്റ്റ് ചെയ്യുക ഇന്ന് ഗിയ കോഫ്ത ഉണ്ടാക്കണം. ഓക്കെ, ഇത് സ്പെഷ്യലാണത്. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് പാൻ ചൂടായി ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാം. അഞ്ച് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി ആഡ് ചെയ്യുന്നത് ഇതിൽ കുറച്ച് ജീരകം, ഇച്ചിരി മതി. എന്നിട്ട് നമ്മൾ ഈ മസാലയിൽ എന്തൊക്കെയാണ്? ഈ മസാല ഉള്ളി, സവാള, തക്കാളി, കാഷ്യൂനട്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അത്രയേ ഉള്ളൂ. പിന്നെ അത് നല്ലപോലെ വഴറ്റിയിട്ടാണ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇതിൽ കുറച്ച് ഞാൻ പ്യൂരെ ഒഴിക്കാൻ പോവുക. ഓക്കെ, ടൊമാറ്റോ പ്യൂരെ. ശരി. ഒരു കാൽ സ്പൂണാണ്. അതെ, 2 സ്പൂൺ. ഇത് മാം പ്രിപ്പയർ ചെയ്തതാണോ? ഇത് എന്താണ് ഇതിനകത്ത്? ഇതെന്താ, എങ്ങനെയാണ്? ടൊമാറ്റോ പ്യൂരെ. ടൊമാറ്റോ നമ്മൾ ഒന്ന് ഇത് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് അരച്ചെടുക്കണം. ഇതിൽ ക്യാഷ്യൂ ഇട്ടിട്ടുണ്ടോ? ക്യാഷ്യൂ ഇട്ടിട്ടുണ്ട്. എത്ര ക്യാഷ്യൂ ആണ് ഇതിൽ ചേർത്തത്? ഒരു 10-12. ഇപ്പം നമ്മൾ ഇത്രയും ഗിയ കോഫ്ത എന്ന് പറയുമ്പോൾ എന്തോരം ചുരക്കയാണ് എടുത്തിരിക്കുന്നത്? ഒരു ചുരക്ക ഫുൾ മീഡിയം സൈസ് എടുത്തിട്ട്, അപ്പോൾ അതിലേക്ക് എത്ര സവാള എടുത്തിട്ടുണ്ട്? 1.5 സവാള, തക്കാളി 2.5, പിന്നെ മീഡിയം സൈസ്. തീ ഒന്ന് കുറച്ച്. ഇല്ല, കുഴപ്പമില്ല. ദെൻ ഇതിനകത്ത് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് അല്ലേ? ഗാർലിക് എത്ര എടുത്തിട്ടുണ്ട്? ഗാർലിക് ഒരു 3-4 ഗാർലിക്, ചെറിയ പീസ് ജിഞ്ചർ. അതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ വഴറ്റി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ലൈറ്റായിട്ട് എന്നിട്ട് നമ്മൾ മസാലാസ്. ഉപ്പ് ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിലും ഉപ്പുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഈ ഇതിനകത്ത് ഇതൊക്കെ എല്ലാം ഓർഗാനിക് മസാല. ഓക്കെ, മല്ലിയെല്ലാം മാം തന്നെ ഗ്രൈൻഡ് ചെയ്ത്. ഈ ഡിഷിന് അതാണ് അത്രയും പ്രത്യേകതകളുണ്ടല്ലേ? നമ്മൾ തന്നെ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ക്രഷ്ഡ് ചില്ലി കുറച്ച് കൂടുതൽ ഇട്ടാൽ നമുക്ക് എരിവുണ്ടാവും. കാരണം ഈ സവാളയിലും തക്കാളിക്കും ഒക്കെ ക്യാഷ്യൂ എല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് സ്വീറ്റ് മാറാൻ വേണ്ടിയിട്ട്. ചില്ലി പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ? ഇല്ല, ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നില്ല. ഗ്രീൻ ചില്ലിയും ഇല്ല? ഗ്രീൻ ചില്ലി യൂസ് ചെയ്യില്ല. ഓക്കെ, ഓൺലി ഈ ക്രഷ്ഡ് ചില്ലി. ഇതിലും ക്രഷ്ഡ് ചില്ലിയാണ്. അപ്പം മസാല നല്ലപോലെ വഴറ്റി കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ വെള്ളമാണ് ഈ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. തിളപ്പിച്ച വെള്ളം. അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഇതിൽ ശരിക്കും നാച്ചുറൽ മസാലകൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഗരം മസാല കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ മസാല തിക്കായി. ഈ കോഫ്ത ഉണ്ടാക്കിയിരിക്കുമ്പോൾ മൈദ എന്തോരം ആഡ് ചെയ്തിട്ടുണ്ട്? മൈദ അല്ല, കടലപ്പൊടിയാണ്. അത് കുഴക്കാൻ എത്ര വേണോ അത്ര. ഓക്കെ, ഒരു ചുരക്കിക്ക് ആവശ്യമുള്ള അത് ചുരണ്ടിയിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം. എന്നിട്ട് കടലമാവ് ആഡ്. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് നമ്മൾ ചേർത്ത്? ഈ മസാല, ഈ എല്ലാ മസാലകളും. ഇപ്പം തിളയ്ക്കുന്നുണ്ട്. ഇപ്പം ഇപ്പം കോഫ്ത ഇടുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കോഫ്ത ആഡ് ചെയ്യണം. ഇത് ശരിക്കും ഏത് സ്ഥലത്തെ ആൾക്കാരാണ് ഈ ഒരു ഡിഷ്? എവിടെ നിന്നാണ് ഇത് വന്നത്? നോർത്ത് ഇന്ത്യൻ ഡിഷ്. തിളയ്ക്കുന്നത് കൊണ്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ ബോൾ ഉണ്ടാക്കി നമുക്ക് നേരത്തെ വെക്കാൻ പറ്റുമോ? അത് ഫ്രീസറിൽ ഒരു എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ മസാലയും നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രീസറിനകത്ത് വെക്കാം. പിന്നെ എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഗരം മസാല കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് ചപ്പാത്തി കൂടിയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു
കറിയാണ്. ഓക്കെ, അപ്പോൾ ലഞ്ചിനും എടുക്കാം, ഡിന്നറിനും കഴിക്കാം. നമുക്കിപ്പോൾ ഗിയ കൊഫ്ത റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഗിയ കൊഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്.